ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇപ്പം നോയമ്പ് കാലമൊക്കെ ആയില്ലേ, അപ്പം നമുക്കൊരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കിയാലോ. നമ്മൾ കുറച്ച് ലെമൺ റൈസും സോയ ഫ്രൈയും ആണ്. ലെമൺ റൈസ് ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. സോയ തിളച്ച വെള്ളത്തിലിട്ടിട്ട് 10 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കും. സോയ ഫ്രൈക്കുള്ള മസാല ഉണ്ടാക്കുവാണേ. മുളക് പൊടി എത്ര സ്പൂൺ ഇട്ടു? 5 സ്പൂൺ. നമുക്ക് മല്ലിപ്പൊടി ഇടാവേ. മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ്. കുറച്ച് കുരുമുളക് പൊടി ഇടാവേ. ആവശ്യത്തിന് ഉപ്പ്. ഫ്ലോർ ഇടാവേ. തൈര് എത്ര സ്പൂൺ എടുക്കാം? അരിപ്പൊടി 2 സ്പൂൺ ഇടാവേ. പെരിഞ്ജീരകം ചതച്ചിടാവേ. നമുക്ക് വെച്ച പെരിഞ്ജീരകം ഇടാം നമുക്ക്. ഇനി എല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സിങ് തുടങ്ങുകയാണ്. ഈ സോയ, കഴുകി വെച്ച സോയ ഇന്നത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഈ അരപ്പിലേക്ക്. സോയ ഇത് മിക്സിംഗ് ആണ്. ഇപ്പോൾ മിക്സിംഗ് പരിപാടിയാണ്. മിക്സിംഗ് നമുക്ക് അരമണിക്കൂർ റെസ്റ്റിങ്ങിനാണ് ഇത്. അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം അല്ലേ? ഓക്കെ. നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സോയ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതല്ലേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് മറിച്ചിടുക. സോയ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി കോരി എടുക്കാവേ. എണ്ണ ചൂടായി. അപ്പം നമ്മൾ നീളത്തിലരിഞ്ഞ് വെച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ടൊമാറ്റോ കച്ചപ്പ്, സോയാ സോസാണ്. ഇങ്ങനെ ആക്കിയില്ലേലും ഈ ഫ്രൈ കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആണോ? തന്നെ കൂട്ടി തിന്നാൽ മതി. അടിപൊളിയാ. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നു. തിളച്ച് വരുമ്പോൾ നമ്മുടെ സോയ ഫ്രൈ ചെയ്ത സോയാണിത്. ഇതിന്റെ പേരെന്നാണ്? സോയ ഫ്രൈ. ഇപ്പം നമ്മുടെ ചില്ലി സോയ ഫ്രൈ ആയിട്ടുണ്ട്. ചില്ലി സോയ ഫ്രൈ ആയി. ഇപ്പം അങ്ങനെ നമ്മുടെ ചില്ലി സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നോമ്പ് കാലത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇവിടെ പിള്ളേർക്കൊന്നും ആദ്യം ഇഷ്ടമൊന്നുമില്ലായിരുന്നു സോയ ഫ്രൈ. പിന്നെ ഇങ്ങനെ സ്പെഷ്യലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അങ്ങനെയുണ്ട്. കുറച്ച് തൈര്, കുറച്ച് അച്ചാറ്.
കുറച്ച് സോയ